ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ സുന്നി സംഘടനൻ്റെ ആദ്യത്തെ ഖുർആൻ പരിഭാഷൻ്റെ മലയാളത്തിൽ എഴുതിയ ആദ്യത്തെ ഖുർആൻ പരിഭാഷ വായിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അപ്പം അത് എഴുതിയിട്ടുള്ളത് TK അബ്ദുള്ള മൗലവി എന്ന് പറഞ്ഞിട്ടുള്ള കണ്ണൂരറ്റാണ് അദ്ദേഹം ജനിച്ചത്. പിന്നെ പരപ്പനങ്ങാടിയാണ് അദ്ദേഹം ഇത് രചിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പം അതിൽ ആമുഖം എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഇതിൻ്റെ കയ്യെഴുത്ത് കൃതിയാണ് ഞാൻ വായിച്ചത് കേട്ടോ. അപ്പോൾ കയ്യെഴുത്ത് കൃതിയിൽ മൂപ്പരിങ്ങനെ അതിലിങ്ങനെ പറയുന്നുണ്ട്, ഖുർആൻ ഒരിക്കലും പരിഭാഷ ചെയ്യാൻ പാടില്ല. ഇപ്പം നോക്കുമ്പോൾ ഒരുപാട് പരിഭാഷകളുണ്ട്, ഓരോ സംഘടനകൾക്കും ഓരോ പരിഭാഷയുണ്ട്. അപ്പം മൂപ്പര് അതിൽ പറയണത് എന്താ വെച്ചാൽ, ഖുർആൻ ഒരിക്കലും പരിഭാഷ ചെയ്യാൻ പാടില്ല. അത് ചെയ്യുമ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാം. കാരണം ഓരോരുത്തരെ അറിവുകൾ അനുസരിച്ചിട്ടാവും അതിൻ്റെ അർത്ഥങ്ങൾ അല്ലെങ്കിൽ പരിഭാഷൻ്റെ. ഇപ്പോൾ ഒരു വാക്കിന് തന്നെ ചിലപ്പം പല അർത്ഥങ്ങളുണ്ടാവും. ഇതിങ്ങനെ ഒരു പുറംചട്ടയിൽ നിൽക്കുന്ന വാക്കുകളുടെ അർത്ഥങ്ങൾ വെച്ചിട്ട് മാത്രമാണ് മൂപ്പര് എന്ത് ചെയ്യണത്, ഇത് പരിഭാഷപ്പെടുത്തണത്. അപ്പോൾ മൂപ്പര് അതിൽ പറയണത് എന്താ വെച്ചാൽ, ഇതിങ്ങനെ പരിഭാഷപ്പെടുത്താനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് CA അഹമ്മദ് മൗലവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുജാഹിദ് സംഘടനയുടെ ചായ്വ് ഉള്ള ഒരാളാന്ന് തോന്നുന്നുണ്ട്. അപ്പം അദ്ദേഹം എഴുതിയിട്ടുള്ള പരിഭാഷയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് പരിഭാഷ എഴുതണതെന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ആമുഖത്തിൽ പറയുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴേ, ഇതിപ്പം ഓരോരുത്തരിപ്പം ഞാൻ ഖുർആൻ ഇങ്ങനെ വായിച്ചിട്ട് എനിക്കിങ്ങനെ അറബിയൊക്കെ നന്നായിട്ട് അറിയാം. അപ്പം ഞാനിങ്ങനെ അതിൻ്റെ ട്രാൻസ്ലേഷൻ എഴുതി കഴിഞ്ഞാൽ എൻ്റേതായിട്ടുള്ള രീതിയിലാവുമല്ലോ ഖുർആൻ്റെ ട്രാൻസ്ലേഷൻ ഉണ്ടാവുക. അപ്പം എൻ്റെ അറിവുകൾ വെച്ചിട്ടാവും ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടാവുക. അപ്പം ഈ കാണുന്ന ജനങ്ങൾ മൊത്തം ഒരുപാട് പേര് ഇപ്പോൾ അത് വായിച്ചു എന്നൊക്കെ എൻ്റെ ട്രാൻസ്ലേഷൻ. അപ്പോൾ അതിൽ ഒരു 100 ആൾ വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 5 ആൾക്ക് എന്താവും, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത അവരെ ബുദ്ധിക്ക് ഓക്കെ ആവും. 95 പേർക്ക് എന്താവില്ല, ഓക്കെ ആവില്ല. അപ്പം അതൊരു വിഭാഗമായിട്ട് മാറൂലേ എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ ശരിക്കും ഭയങ്കര ഒരു പ്രശ്നമല്ലേ? അതന്നെയാണോ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളൊരു ഭയങ്കര തോട്ടായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഖുർആൻ ഒരു ഇപ്പോൾ ഈ കാണുന്ന ബുക്കുകളിലുള്ളതാണോ, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു ഭാഷയിലോട്ട് എഴുതി കഴിഞ്ഞാൽ അതന്നെയാണോ അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അത് മൊത്തം മാറിയോ? ഖുർആനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഞാനും ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട്. ഇപ്പോൾ മുജാഹിദ് ഉണ്ട്, ജമാഅത്ത് ഉണ്ട്, EKAP. ഇപ്പം നമ്മളെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ, നമ്മൾ ലോകം മൊത്തം നോക്കുകയാണെങ്കിൽ പല നാടുകളിലായിട്ട് പല സംഘടനകളുണ്ട്. മുസ്ലിം സംഘടനകളെന്ന് പറയുന്ന സംഘടനകൾ തന്നെ ഉണ്ട്. ഇവരാരും ഖുർആനെ തള്ളി പറഞ്ഞിട്ടില്ല. എല്ലാവരും ഖുർആൻ്റെ ആൾക്കാരാണെന്നാണ് പറയുന്നത്. എന്നാൽ എല്ലാവരും പരസ്പരം പറയണത് ഓൽക്ക് തെറ്റി നമ്മളുടേതാണ് ശരി, ഓൽക്ക് തെറ്റി നമ്മളുടേതാണ് ശരി എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ എല്ലാവരും പിടിക്കുന്നതും ഖുർആനാണ്. അപ്പോൾ പിന്നെ ഒരു ഖുർആൻ ഒരു വഴികാട്ടിയാണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ നേരായ ഒരൊറ്റ വഴിയല്ലേ ഉണ്ടാവുള്ളൂ, നമ്മൾ സിറാത്തുൽ മുസ്തഖീം എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ എങ്ങനെയാണ് ഓരോരുത്തരും ഓരോ വഴിയിൽ പോണത്? അപ്പോൾ എന്താണ് ഈ ഖുർആൻ എങ്ങനെയാണ് ഒരു വഴികാട്ടി ആവുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ഇതിൻ്റെ പ്രശ്നം വരാൻ ഈ ട്രാൻസ്ലേഷൻ തന്നെയാണല്ലോ. അപ്പം നമ്മൾ ഈ അറബിയിൽ വായിക്കുന്ന മുസാഫ് ആയിട്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പം ഒരു 4 സംഘടന ഇറക്കുന്ന മുസാഫുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ ലിപികളും ഒക്കെ ഒന്നാണ്. പക്ഷെ പണ്ടുള്ള അറഫുകളിൽ നിന്നും ചിലപ്പം പുള്ളികളോ അതോ അങ്ങനത്തെ വ്യത്യാസങ്ങൾ ഉണ്ടെന്നല്ലാതെ അതിൽ വാക്കുകളിലോ ഒന്നിലും മാറുന്നില്ല. പക്ഷേ ഈ ട്രാൻസ്ലേഷനിൽ അത് എൻറ്റയർലി മാറ്റം വരികയാണ്. ഇപ്പം APൻ്റെ പരിഭാഷ എടുക്കണ പോലെയല്ല, EKൻ്റെ എടുക്കുമ്പോൾ EKൻ്റെ എടുക്കണ മാതിരിയല്ല മുജാഹിദിൻ്റെ എടുക്കുമ്പോൾ. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ അല്ലേ ശരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്? അതിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു കഥ ഓർമ്മ വന്നതാണ്. സൂഫിയാക്കൾ പൊതുവെ പറയാറുള്ളൊരു കഥയാണ്. അപ്പോൾ ഒരു ഇരുട്ടുള്ള റൂമിൽ ഒരു ആനനെ കൊണ്ടു നിർത്തി. എന്നിട്ട് ഒരാൾ ചെന്നിട്ട് തൊട്ട് നോക്കിയത് കൊമ്പാണ്. അപ്പോൾ പറഞ്ഞു ആന ഇങ്ങനെ നല്ല ഉറപ്പുള്ളൊരു സാധനമാണെന്ന് പറഞ്ഞു. വേറൊരാൾ തൊട്ട് നോക്കിയത് ചെവിയാണ്. അപ്പോൾ പറഞ്ഞു ആന തൂവാല പോലുള്ളൊരു സാധനമാണെന്ന് പറഞ്ഞു. വേറൊരാൾ തൊട്ട് നോക്കിയത് അതിൻ്റെ വാലാണ്.
അപ്പം അത് ഇങ്ങനെ മെലിഞ്ഞിട്ടുള്ള സാധനം അങ്ങനത്തെ ഒരു സാധനം എന്ന് പറഞ്ഞു. വേറൊരാൾ തടിയാണ് തൊട്ട് വയ്ക്കിയത് എന്ന് പറയുന്ന പോലെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിന് ഇന്നൊരർത്ഥമാണുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം മഹാന്മാര് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഓരോ ആയത്തിനും അല്ലെങ്കിൽ ഓരോ അറഫിനും 70,000-ഓളം ആന്തരികാർത്ഥങ്ങൾ ഉണ്ട് എന്നാണ്. അപ്പം നമ്മൾ ഇന്നതാണ് അർത്ഥം എന്ന് പറഞ്ഞ് ഖുർആനെ ഒരു സ്ഥലത്തോട്ട് ഒതുക്കാൻ പാടില്ല. അതാണ് പരിഭാഷേൻ്റെ ഒരു പ്രശ്നം. പരിഭാഷ എന്ന് പറയുമ്പോൾ അതൊരു സ്ഥലത്തേക്ക് ഒതുങ്ങി, പിന്നെ അതിൻ്റെ മറ്റേ അർത്ഥങ്ങൾ അത് വായിക്കുന്നവർക്ക് കിട്ടുന്നില്ല. ഖുർആനും തന്നെ അതിൻ്റെ പൂർണ്ണമായ ഒരു രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. ഇത് ഓരോരുത്തർ അർത്ഥം വെച്ച് പോകുമ്പോഴും ഉള്ളൊരു പ്രശ്നമുണ്ട്. ആരാണ് ഇതിന് അർത്ഥം വെക്കേണ്ടത്? അങ്ങനെ ഏതൊരാൾക്കും അർത്ഥം വെക്കാൻ പറ്റിയതാണോ ഖുർആൻ എന്നുള്ളതും നമ്മൾ ചിന്തിക്കണം. കാരണം നമുക്കിപ്പോൾ ഒരു സന്ദർഭം ഓർമ്മ വരുന്നത് ഈ സിഫീൻ യുദ്ധത്തിൻ്റെ സമയത്ത്, അതായത് അലി റളിയല്ലാഹു അൻഹും മുആവിയ റളിയല്ലാഹു അൻഹും തമ്മിലുള്ളൊരു വിഷയമാണത്. അപ്പം ആ യുദ്ധത്തിൻ്റെ അവസാനം ഒരു സന്ധി ചർച്ച വരികയാണ്. സന്ധി ചർച്ച വരുമ്പോൾ ഒരു മധ്യസ്ഥനൊക്കെ രണ്ടു കൂട്ടരും നിയമിച്ചിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഖവാരിജികൾ എന്ന് പിന്നീട് വിളിക്കപ്പെട്ടൊരു കൂട്ടർ അപ്പോൾ വരികയാണ്. എന്നിട്ട് പറയാണ് ലാ ഹുക്കുമ ഇല്ലാ അല്ലാഹ്, അല്ലെങ്കിൽ ഈ ജഡ്ജ്മെൻറ്റ് മധ്യസ്ഥം പറയാൻ അള്ളാഹ്ക്കേ പറ്റുള്ളൂ എന്നുള്ളൊരു ഖുർആനായത്തും പൊക്കി പിടിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു ചെയ്യുന്നത് തെറ്റാണ്, അവരെ വധിക്കണം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവർ ഖുർആനിലുള്ളൊരു ആയത്തിനെ പിടിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ അതിനുപോലെ അവരുടേതായ അർത്ഥം വെച്ചിട്ട് ആ സന്ദർഭത്തിൽ ഒരു വിധി കൽപ്പിക്കുകയാണ്. അതും ഇവർ ആരടുത്താണ് ഈ വിധി കൽപ്പിക്കുന്നത് നോക്കണം. കാരണം അവിടെ നിൽക്കുന്നത് അലി റളിയല്ലാഹു അൻഹു ആണ്. അപ്പം അലി റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഇപ്പോൾ റസൂലുള്ള പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അറിവിൻ്റെ പട്ടണമാണെങ്കിൽ അലിയാർ തങ്ങളാണ് അതിൻ്റെ ബാബു എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പോൾ അലിയാർ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫാത്തിഹൻ്റെ അർത്ഥം എഴുതുകയാണെങ്കിൽ അത് 14 ഒട്ടകത്തിനോളം ചുമക്കാനുണ്ടാവുന്നു. അപ്പം അത്രയും ഖുർആനിൽ അവകാശമുള്ള അലിയാർ തങ്ങൾക്ക് അവിടെ ഈ ആയത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ല എന്നാണ് ഇവർ വിചാരിക്കുന്നത്. അവിടെ അലിയാർ തങ്ങൾ പറയണ തന്നെ അർത്ഥമാണ് 7-14 അടി. വളരെ ട്രാൻസ്ലേഷനാണ് വരുന്നത്. ട്രാൻസ്ലേഷൻ അർത്ഥം ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ. ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം ഇന്നിപ്പോൾ നമ്മൾ ട്രാൻസ്ലേഷൻ എടുത്ത് നോക്കിയാൽ ഇവരിങ്ങനെ വാക്കർത്ഥം പറയാന്നല്ലാതെ ഇന്നിപ്പോൾ ഈ ഫാത്തിഹൻ്റെ കേസിൽ തന്നെ അത്രയും ആഴത്തിൽ അർത്ഥം പറയാൻ ആർക്കാണ് പറ്റുക? സിഫീൻ യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, മുആവിയ പക്ഷക്കാർ ഒരു കുന്തത്തുമ്മ ഖുർആനും കുത്തി വെച്ചിട്ട് ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടപ്പോൾ ഓപ്പോസിറ്റ് അലിയാരും അംഗങ്ങളും വരുമ്പോൾ ഇത് കണ്ടിട്ട് ഇവരാകെ പകച്ചു നിന്നൊരു സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഖുർആൻ ഇങ്ങനെ കുന്തത്തുമ്പോൾ കുത്തിക്കണ്ട് ഇങ്ങനെ വരുന്ന കണ്ടപ്പം അലിയാർ തങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തിനാണ് പകയ്ക്കുന്നത്? അത് വെറും ലിപികൾ മാത്രമല്ലേ, ജീവിച്ചിരിക്കുന്ന ഖുർആനായിട്ടുള്ള ഞാൻ നിങ്ങളൊപ്പം ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പം ശരിക്കും ഖുർആൻ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകം അല്ലെങ്കിൽ നമ്മളെ ഫോണിൽ കൊണ്ട് നടക്കുന്ന ഒരു മുസാഫ് അല്ലെങ്കിൽ ഖുർആൻ ആണോ ശരിക്കുള്ളത് എന്നുള്ളത് നമ്മൾ ഭയങ്കര ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ. അതാണ് ഇപ്പോൾ ഖുർആനിൽ തന്നെ അള്ളാഹ് പറഞ്ഞിട്ടുള്ളൊരു സംഭവം. ഇപ്പോൾ ഖുർആനെ പറ്റി, ഈ ഖുർആന് നിങ്ങളൊരു മലമുകളിൽ കൊണ്ടുപോയി വെച്ചാൽ ആ മല ആ യാഥാർത്ഥ്യം താങ്ങാതെ പൊടിഞ്ഞു പോകുന്ന പറയുന്നത്. അപ്പം നമ്മൾ ഈ പറയുന്ന മുസാഫ്, വീട്ടിലൊക്കെ ഉള്ള എല്ലാവരും ഓതുന്ന മുസാഫ്, നമ്മൾ എവറസ്റ്റിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചാലും ഇനി ചെറിയ കുന്നിൻ്റെ മുകളിൽ വെച്ചാലും എന്തിനാ നമ്മൾ ഫോണിൽ ചെറിയ ഫോണിൽ നമ്മൾ കീശയിലിട്ട് കൊണ്ടു നടക്കണേ? മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ അള്ളാഹ് പറയുന്നത് ആ ഖുർആൻ എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ പറ്റിയാണ്. മറ്റേത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ കേവലം കുറച്ച് ലിപികളാണ്, നമുക്ക് പാരായണം ചെയ്യാനുള്ള മുസാഫാണ് അത്, ഖുർആനല്ല. ഖുർആൻ എന്നുള്ള യാഥാർത്ഥ്യം എന്താണെന്നുള്ളതിനെ പറ്റി നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടതുണ്ട്. അതെ. ഇപ്പോൾ എൻ്റെ ഗുരു പറഞ്ഞു തന്നൊരു കഥ പെട്ടെന്ന് ഓർമ്മ വരികയാണ്. അതായത് ഭയങ്കര പണക്കാരനായിട്ടുള്ളൊരു മുതലാളി ഉണ്ടായിരുന്നു. അപ്പോൾ അയാളെ ഖജനാവിൽ ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നല്ലൊരു പേരുകേട്ടൊരു വാളുണ്ട്. ആ വാള് ഒരു പാറാവുകാരൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് അയാളെ കാവൽ നിർത്തി. അങ്ങനെ ഈ വാള് കൊണ്ട് ഈ പാറാവുകാരൻ നിൽക്കുന്ന കാലത്തോളം അവിടെ ഒരു കൊള്ളക്കാരും ഒരു കള്ളനും ഒന്നും വന്നിട്ടില്ല. നാട്ടിലൊക്കെ ഈ വാളിനെ പറ്റിയാണെങ്കിൽ ആൾക്കാർ നല്ല പോലീസ് അറിയാനും തുടങ്ങി. വാളിന്റെ പ്രത്യേകത. അപ്പോൾ ഈ മുതലാളി വിചാരിച്ച് എല്ലാവരും ഈ വാളിനെയാണ് ഭയക്കുന്നതെന്ന് വിചാരിച്ചിട്ട്, ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാണ് ശമ്പളം കൊടുത്തിട്ട് പാറാവുകാരനെ ഇങ്ങനെ നിർത്തുന്നത് എന്ന് പറഞ്ഞിട്ട് അയാൾ പിറ്റേ ദിവസം എന്ത് ചെയ്തെന്ന് വെച്ചാൽ പാറാവുകാരനൊക്കെ പിരിച്ചുവിട്ടിട്ട് വാളവിടെ മുന്നിൽ കെട്ടി തൂക്കി. കള്ളന്മാർ വന്ന് സ്വത്ത് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഇതുപോലെയാണ് ഖുർആൻ. നമ്മൾ ഇന്നിപ്പോൾ എല്ലാവരും ഖുർആൻ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഖുർആൻ എന്താണെന്ന് അറിയുന്ന, അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ ആൾക്കാരൊന്നുമില്ല എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു വിഷയം. ഷാഫി ഇമാം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് എൻ്റെ ആടിൻ്റെ കയറ് വേണമെങ്കിൽ ഞാൻ ഖുർആനിൽ നിന്ന് കണ്ടുപിടിക്കും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഷാഫി ഇമാം പറയണമെന്നുണ്ടെങ്കിൽ
ശരിക്ക് എന്താവും നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഖുർആനും ശരിക്കുള്ള ഖുർആനും തമ്മിലുള്ള ഒരു വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് ഖുർആൻ എന്നുള്ളത് നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ നമ്മളത് കണ്ടുപിടിക്കേണ്ടത് ഭയങ്കര അനിവാര്യമല്ലേ? അപ്പം നമുക്ക് ഈ ഖുർആനെ എങ്ങനെ കിട്ടും, അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിഷയം. ഇപ്പം നേരത്തെ നമ്മൾ സിഫീൻ യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും അവിടെ അവരൊരായത്തിൻ്റെ അർത്ഥം ഇന്നതാവും, അത് ഈ സാഹചര്യത്തിൽ ഇങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് ഓരോ ബുദ്ധി വെച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നേരത്തെ നമ്മൾ ഈ പാറാവുകാരൻ്റെ കഥ പറഞ്ഞതുപോലെ ഇത് ആരാണ് നമുക്ക് മനസ്സിലാക്കിച്ച് തരേണ്ടത്, അതിന് അതിൻ്റെതായ ഒരു അഭ്യാസി വേണമെന്ന് പറയുന്ന പോലെ. ഇപ്പോൾ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് അത്തിയു റസൂൽ വ ഉലുൽ അംറു മിൻകും എന്നാണ്. അള്ളാഹിനനുസരിക്കുക, റസൂലിനനുസരിക്കുക, നിങ്ങളെല്ലാം ഉലുൽ അംറിനെ, നിങ്ങളെല്ലാം അതോറിറ്റി ഉള്ളവരെയും അനുസരിക്കുക, അതിൻ്റെ ഒരു അർത്ഥം പറയുകയാണെങ്കിൽ. അപ്പോൾ ഇപ്പം നേരത്തെ കഥയിൽ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ അലി റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ അവിടെ ഈ വിഷയത്തിലുള്ളൊരു അതോറിറ്റിയാണ്. കാരണം ഞാൻ അറിവിൻ്റെ പട്ടണമാണെങ്കിൽ അതിൻ്റെ ബാബു അലിയാർ തങ്ങളാണ് എന്ന് പറഞ്ഞ അലിയാർ തങ്ങൾ അവിടെ ഉള്ളപ്പോൾ അലിയാർ തങ്ങൾക്ക് മനസ്സിലാവാത്തൊരർത്ഥവും കൊണ്ട്, അല്ലെങ്കിൽ അലിയാർ തങ്ങളെക്കാളും ആ വിഷയത്തിൽ അറിവുള്ള ആൾക്കാരായിട്ട് നമ്മൾ നമ്മളുടേതായ ബുദ്ധിയിൽ മനസ്സിലാക്കിയൊരു അർത്ഥം കൊണ്ട് അവിടെ വരേണ്ട ആവശ്യമില്ല. അപ്പം അതുപോലെയുള്ള ആ ഉലുൽ അംറാകുന്ന ആളുകളുടെ അടുത്തുനിന്ന് വേണം നമ്മൾ ഈ ഖുർആൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കിച്ചെടുക്കാൻ. അതല്ലാതെ അങ്ങനൊരു വ്യക്തിയുടെ സഹായം ആവശ്യമില്ലാതെ നമ്മൾ തന്നെ ഈ ഖുർആനെ നമ്മളുടേതായ പരിമിതിയായ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുമ്പോൾ അത് എത്തേണ്ട സ്ഥലത്ത് എത്തൂല എന്നുള്ളതാണ് അതിൻ്റെ വിഷയം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഖുർആന് 70,000 ഓരോ ആയത്തിനും ആന്തരിക അർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും ആർക്കാണ് അറിയാം. ഇപ്പോൾ നമ്മൾ ഖുർആൻ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ പറ്റിയൊരു ചരിത്രമാണ് സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം. അപ്പോൾ ഈ സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഈ ബിൽക്കീസ് രാജ്ഞിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ആ സിംഹാസനം ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ജിന്ന്, ഇഫിരീത്തിൽ പെട്ടൊരു ജിന്ന് പറയാണ്, നിങ്ങൾ കസേരയെന്ന് എണീക്കുന്ന സമയം കൊണ്ട് ഞാനത് എത്തിച്ചേരാന്ന്. അപ്പോൾ ഖുർആനിൽ തന്നെ പറയാണ്, വേദത്തിൽ നിന്ന് അറിവ് ലഭിച്ച ഒരാൾ പറയാണ്, നിങ്ങളെ കണ്ണിമ വെട്ടണ നേരം കൊണ്ട് ഞാനിവിടെ എത്തിച്ചേരാന്ന്. അപ്പോൾ വേദത്തിൽ അങ്ങനത്തെ അറിവുകളൊക്കെ ഉണ്ട്. അതും അന്നിപ്പോൾ ഖുർആനും ആവില്ല, സബൂറ തൗറാത്തൊക്കെ ആയിരിക്കും. അപ്പോൾ ഖുർആനിലും അതിനേക്കാളും വലിയ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നേരത്തെ അലിയരതങ്ങൾ പറഞ്ഞ പോലെ ഫാത്തിഹക്ക് തന്നെ അതിൻ്റെ അർത്ഥം 14 ഒട്ടകത്തിന് ചുമക്കാനുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ഈ ഖുർആനെ ഒരു മലമുകളിൽ ആ യാഥാർത്ഥ്യം ഇറക്കപ്പെട്ടാലും മല പൊടിഞ്ഞു പോകുന്ന ആ ഖുർആനെ നമുക്ക് ഇവിടുന്ന് കിട്ടും. ആ ഖുർആൻ ഇന്ന് ആരെടുത്താണുള്ളത്? പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനല്ല, ഖുർആൻ എന്ന യാഥാർത്ഥ്യം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് വേണ്ടി വന്ന പ്രവാചകനാണെങ്കിൽ ഇനി മറ്റൊരു പ്രവാചകൻ ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ ഖുർആനെ പറ്റിയുള്ള അറിവ് റസൂലിൽ നിന്ന് അനന്തരമായിട്ട് കിട്ടിയത് ആർക്കാണ്? അങ്ങനെയുള്ളവർ ഇന്നും വേണ്ടേ? കാരണം ഈ ലോകാവസാനം വരെയുള്ള ഉമ്മത്തികൾക്ക് വന്ന പ്രവാചകനാണെന്നുണ്ടെങ്കിൽ ഇന്നും ആ ഖുർആൻ അതിൻ്റെ യഥാർത്ഥ യാഥാർത്ഥ്യത്തിൽ അതിൻ്റെ പൂർണ്ണതയോടുകൂടി ഇന്നത്തെ ആളുകൾക്കും കിട്ടണ്ടേ? തീർച്ചയായിട്ടും. ഇത് പറഞ്ഞപ്പോഴാണ് ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വന്നത്. അതായത് ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലുള്ള ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പം 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 1450 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇറങ്ങിയിട്ടുള്ള ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എഴുതി വെച്ചിട്ടുള്ളൊരു സാധനമല്ലേ എന്നുണ്ടോ? അതങ്ങനെ എഴുതി വെക്കേണ്ട ഒരു സാധനമാണെങ്കിൽ അവിടെ അന്ന് റസൂലിൻ്റെ കാലത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഇത് ക്രോഡീകരിച്ച് എഴുതി വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഖബറെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളെ പറ്റി ഇപ്പോൾ നമ്മൾ ഉസ്താദുമാർ നമ്മളെ പഠിപ്പിക്കും. മൻ റബ്ബുക്ക, മൻ നബിയുക്ക, മൻ ഇമാമുക്ക. അങ്ങനെ മൻ ഇമാമുക്ക എന്നുള്ള ചോദ്യത്തിന് നമുക്ക് പഠിപ്പിച്ചു തന്ന ഉത്തരം ഖുർആൻ എന്നാണ്. അപ്പം ഈ മൻ എന്നുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ആരാണ് നിൻ്റെ റബ്ബ്, ആരാണ് നിൻ്റെ റസൂൽ, ആരാണ് നിൻ്റെ ഇമാമ് എന്നാണ്. അപ്പം ഒരു ഇമാമ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ വഴി കാട്ടുന്ന, നമ്മളെ ഗൈഡ്. അപ്പം അങ്ങനെ നമ്മളെ തെറ്റുകളിൽ നിന്ന് നമ്മളെ നേർവഴിയിലോട്ട് നയിക്കുന്ന ഖുർആനായിട്ടുള്ള നിങ്ങളുടെ ഖുർആൻ ആരാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിനെ നമ്മളൊരു കിതാബ് എന്നുള്ളതിലോട്ട് ഒതുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം വരും. ഇവിടെ എല്ലാ സംഘടനകളും ആ മുസാഫും കൊണ്ടാണല്ലോ നടക്കുന്നത്, എല്ലാവരും ഖുർആൻ്റെ ആളുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അലിയാർ തങ്ങൾ ഇപ്പം അന്ന് പറഞ്ഞ പോലെ അത് കേവലം ലിപികളല്ലേ, നിങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന ഖുർആനായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലേ എന്ന് പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു ഖുർആനുണ്ടോ, അങ്ങനെ ഒരു വഴികാട്ടി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതെല്ലാ കാലത്തും ഉണ്ടാവണമല്ലോ, നമ്മൾ അവരെ തേടി പിടിച്ചോ എന്നുള്ളതാണ് ശരിക്കും ചോദ്യം. അതെ, കാരണം ഈ ലോകാവസാനം നേരത്തെ പറഞ്ഞ പോലെ ഈ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് വേണ്ടി വന്ന പ്രവാചകനാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അഹലുകാർ ലോകാവസാനം വരെ ഉണ്ടാവും. അപ്പം
അതായത് ഖുർആൻ എവിടെയും നഷ്ടപ്പെട്ടു പോയിട്ടൊന്നുമില്ല, അതിൻ്റെ യാഥാർത്ഥ്യം ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അവരെ എന്തിനയച്ചു എന്നുള്ള ഒരു വിഷയം പറയുന്ന ഒരു സ്ഥലത്ത് ഖുർആനിൽ ഇപ്പോൾ പറയുന്നുണ്ട്, അവരെ നിങ്ങളെ ഹിക്മത്ത് പഠിപ്പിക്കാനും നിങ്ങളെ കിതാബ് പഠിപ്പിക്കാനും നിങ്ങളെ സംസ്കരിക്കാനും വേറൊരു സ്ഥലത്ത് നിങ്ങൾക്ക് സാക്ഷിയായിട്ടും അയച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ലോകാവസാനം വരെ ഇനി മറ്റൊരു പ്രവാചകന് വരാനില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ആരാണ് നമുക്ക് ആ കിതാബ് പഠിപ്പിച്ചു തരേണ്ടത്? ഇപ്പോൾ ഉലുൽ അംറു മിൻകും എന്ന് പറയുമ്പോൾ ഇന്ന് ആരാണ് അതിൻ്റെ അധികാരികൾ? അപ്പം അവരെ കണ്ടെത്തി അവരിൽ നിന്ന് ആ ഖുർആൻ്റെ യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അപ്പം അങ്ങനെയുള്ളൊരു വഴികാട്ടിയായിട്ടുള്ളൊരു ഇമാമ് നമുക്ക് വേണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ നമ്മൾ തന്നെ നമ്മളുടേതായ പരിമിതമായ ബുദ്ധിയിൽ നിന്ന് ഇതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി പോകുമ്പോൾ അത് യാഥാർത്ഥ്യത്തിൽ നിന്ന് വിട്ടുപോകും. ഇപ്പം ഇങ്ങനെ സാന്ദർഭികമായിട്ട് ഓർമ്മ വന്നതാണ്. കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഇങ്ങനെ കുറേ പറയുമ്പോൾ ചിലപ്പോൾ കാണുന്നവർക്കൊരു സംശയം ഉണ്ടാവും, ഒരു ഷിയാക്കളാണ് അങ്ങനെയൊക്കെ. കാരണം അലിയാർ തങ്ങളെ പറ്റി എന്തെങ്കിലും പറയുമ്പോഴേക്കും ഷിയാരോപണമായിട്ട് വരുന്നൊരു സ്വഭാവം നമ്മളെ നാട്ടുകാർക്കുണ്ടല്ലോ. അപ്പോൾ ഇതിപ്പോൾ ദുൽഹജ്ജ് മാസം കൂടി ആയതുകൊണ്ട്, ഗദീർ കുമ്പിൻ്റെ ഒരു സമയം കൂടി ആയതുകൊണ്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരുമായിരുന്നെങ്കിൽ അത് ഉമർ റളിയല്ലാഹു അൻഹു ആകുമായിരുന്നു. ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ഇപ്പോൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെ ഈമാൻ ഒരു തുലാസിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ തുലാസ് ഒരു സ്ഥലത്തും വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ തുലാസാവും തൂങ്ങി നിൽക്കുക എന്നുള്ളത്. ഇപ്പം എന്താന്ന് വെച്ചാൽ, ഇപ്പം പ്രവാചകന് ഓരോരുത്തർക്കും ഓരോ സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് പറയണം. അത് നമ്മൾ ഒരാളുടെ സ്ഥാനം അംഗീകരിക്കുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ളവരെ തള്ളി പറയുന്നു എന്നുള്ളൊരു അർത്ഥമല്ല. അവിടെയാണ് അത് പ്രശ്നമാവുന്നത്. ഇപ്പം ഷാഫി ഇമാമിൻ്റെ കാലത്തും ഷാഫി ഇമാം റാഫിദിയാണ് ഉള്ള രൂപത്തിൽ ആരോപണം വന്നപ്പോൾ ഷാഫി ഇമാം അതിന് മറുപടി കൊടുത്തത്, അഹ്ലുൽ ബൈത്തിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഞാൻ റാഫിദി ആവുന്നുണ്ടെങ്കിൽ ഞാൻ റാഫിദി തന്നെയാണ് എന്നുള്ളതാണ്. അപ്പം ഇപ്പം ഈ ഗദീർ കുമ്മിൻ്റെ സാഹചര്യത്തിൽ, ഗദീർ കും എന്ന് പറയുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അത് സുന്നി കിതാബുകളിലും രേഖപ്പെട്ടിട്ടുള്ള സംഭവമാണ്. അപ്പം അന്ന് റസൂലുള്ള പറയുന്നത് മൻകുന്തു മൗലാവും അലിയും മൗലാവും എന്നാണ്. ഞാൻ ആർക്കൊക്കെ മൗലയാണോ അവർക്ക് അലിയും മൗലയാണ് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ഉലുൽ അംറിൻ്റെ വിഷയം തന്നെ വീണ്ടും പറയുകയാണ്. അപ്പം അങ്ങനെയുള്ള അലിയാർ തങ്ങളടുത്താണ് ഖവാരിജികൾ ഖുർആൻ പഠിപ്പിക്കാൻ പോയത് എന്നുള്ളതാണ്. അപ്പം അതുപോലുള്ള അധികാരികൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ റസൂലുള്ള പറഞ്ഞത്, ഇപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഖുർആനും എൻ്റെ അഹ്ലുൽ ബൈത്തിനെയും എൻ്റെ ചര്യയെയും സുന്നത്തിനെയും ബാക്കി വെച്ച് പോകുന്നു എന്നുള്ളതാണ്. അപ്പം അതിൽ നിന്ന് നമ്മൾ ഖുർആൻ മാത്രം എടുക്കുമ്പോഴുള്ള ചില വിഷയങ്ങളുണ്ട്. ഞാൻ ഖുർആൻ എടുക്കുമ്പോഴും അതിനെ എങ്ങനെ എടുക്കണം എന്നാണ് നമ്മളിപ്പോൾ ഇവിടെ സൂചിപ്പിച്ച വിഷയം. ഖുർആൻ എങ്ങനെയാണ്, അതിനെങ്ങനെ മനസ്സിലാക്കണം, അതിനെ എങ്ങനെ ഉൾക്കൊള്ളണം എന്ന് പറയുന്നൊരു വിഷയം. അതെ.